അസ്സലാമു അലൈക്കും. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു അയിലക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 4 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വലുത് തന്നെ എടുത്തിട്ടുള്ളത്. അതേപോലെ മീഡിയം സൈസിലുള്ള ഇഞ്ചിയും ഒരു വലിയ തക്കാളി, ചുവന്നുള്ളി. ഞാൻ ചുവന്നുള്ളിക്ക് പകരം സവാള എന്നിട്ട് ചെറിയ സവാള അതാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ചുവന്നുള്ളി എടുക്കണം, ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചുവന്നുള്ളിയാണ് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുക. സവാള ഇട്ടപ്പോഴും ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറുതായിട്ട് തന്നെ അരിഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവട്ട് കൊടുക്കട്ടോ. ആദ്യം ഉലുവട്ട് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്കാണ് ഉലുവട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉലുവട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്നിട്ട് അതിന് ശേഷം എടുത്തു വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി വലുതാണ് എടുത്തിട്ടുള്ളത്, വലുതായതുകൊണ്ട് തന്നെ ഞാൻ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെറുതെടുക്കുമ്പോൾ നടുമുറിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തന്നെ ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ തന്നെ കുറച്ച് കൂടുതൽ നേരം തന്നെ വഴറ്റി കൊടുക്കട്ടെ. അത് നന്നായി വെന്ത് വരുമ്പോൾ ഇനി ഉള്ളി കരിയുന്നുണ്ട് വെച്ചെങ്കിൽ അത് ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വെറും തക്കാളി മാത്രം ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉള്ളി ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട്. എന്നിട്ട് കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഉണ്ടെങ്കിൽ തീ ഓഫാക്കിയിട്ട് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കാശ്മീരി മുളകാണ്, പൊടിയില്ല, അതുകൊണ്ട് മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായി ഒന്ന് മൊരിയുന്നത് വരെ വറുത്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് കയറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് നന്നായി വെന്ത് വരുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോവും. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. അപ്പോൾ തീ എന്തായാലും ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് ഈ മിക്സ് എല്ലാതും കൂടെ ഒന്ന് മൊരിഞ്ഞ് റെഡി ആയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ടിട്ട് അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് മുളകും ഒന്ന് മുറിച്ച് മിക്സിയിലേക്ക് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ച് കൊടുക്കട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അരപ്പ് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാനിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഞാൻ കുടമ്പുളിയും കല്ലുപ്പും കൂടെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കല്ലുപ്പും കുടമ്പുളും കൂടെ തിളപ്പിക്കുക, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ 4 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള കറിയായിരുന്നു. നിങ്ങളിതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയണം. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും അയില കിട്ടുമ്പോൾ, അയില വലുതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, വലുത് കിട്ടുമ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിട്ടാ. ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പീസാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കട്ടെ. അത്ര വെന്താൽ മതി. അയില കൂടുതലായി വെന്തിട്ടുണ്ടെങ്കിൽ അയിലയുടെ സോഫ്റ്റ് പോവും. അപ്പോൾ അയില 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. വലുതാണ് അയില, എന്നാലും 10 മിനിറ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം ഇത് മൂടി വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം തീ. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചാൽ വെന്ത് കിട്ടും. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് വെന്ത് തീയൊക്കെ ഓഫാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഈ കറി. കൈപ്പത്തിരിയിലേക്കൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇഷ്ടമായാൽ ഒരു സബ്സ്ക്രൈബും തരണം.
അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.